ഹായ് എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. നല്ല ശബ്ദം, നല്ല ശബ്ദം. അതെങ്ങനെ വന്നേന്നോ? അതെങ്ങനെയാ വന്നേ? ഏമ്പൊക്കെ വിട്ടപ്പോഴാണോ? താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. അല്ലപ്പാ, അത് നമ്മള് കോമഡി റിയാലിറ്റി ഷോ കളിക്കുന്ന സമയത്ത് 10-12 മിനിറ്റ് സ്കിറ്റ് നമ്മൾ കാണാതെ പഠിക്കണം. പഠിച്ചിട്ട് വേണം സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ചെയ്യുമ്പോ ചിലപ്പോ ഡയലോഗ് മറന്നു പോകുമ്പോ ആ ഗ്യാപ്പിൽ ഓർക്കാൻ വേണ്ടിട്ട് ഉള്ളൊരു ഫില്ലർ ആയിരുന്നോ? ഫില്ലർ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. അപ്പൊ ആ സംശയവും തീർന്നു. ഞങ്ങൾ എന്നാ ശ്രുതിയിലൊന്ന് പഠിപ്പിച്ചു തരൂ. എങ്ങനെയായിരുന്നു? എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്പം ബുദ്ധിമുട്ടെന്നേ, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. അല്ല പിന്നെ അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ശ്രുതി തെറ്റിയിരുന്നു. ഇവരെ പഠിപ്പിച്ചിട്ട് ഞാൻ എന്റെ തെറ്റിപ്പോണല്ലോ. ദൈവമേ, എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഒന്നിവിടെ അതിന്റെ ഫ്ലോ പോയില്ലേ ജെസിയില. ഞാൻ എങ്ങനെ വീണ്ടെടുക്കും? ചേട്ടന്റെ മാസ്റ്റർ പീസ് പോയി. എന്തിനടയുമായി കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ? അതിനെ ചിരിക്കുക. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഞാൻ അവനെ ചെന്ന് കണ്ടപ്പോ അവൻ എന്നോട് പറയുവാ, നീ ചായ കുടിച്ചോടാന്ന്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഇത് മുകളിലേക്ക് വരില്ല, എപ്പോഴും താഴത്തേക്ക് വീണു. മുതലേ താഴേക്ക് വീണോണ്ടിരിക്കും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? അതിനത് ചിരിക്കണത്. കണ്ണുനീര് പിന്നെ താഴേക്കല്ലാതെ ഇങ്ങനെ വീട്ടിലേക്കാണ് അവിടെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. മുകളിലേക്ക് വരില്ല, എപ്പോഴും താഴേക്ക് വീണോണ്ടിരിക്കും. കണ്ണുനീർ, മഴ, യൂറിൻ. സത്യത്തിൽ ഞാൻ ഈ മുന്നോക്ക ഭാഷയാണ് പ്രയോഗിക്കുന്നത്. Actually, മഴയാണ്, പക്ഷേ യൂറിനും കറക്റ്റാണ്. ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എന്താ